എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഷുഗർ കട്ട് ചെയ്യണമെന്ന് ഓർത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ക്രേവിങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നുന്നത് നല്ല ഫലൂദയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള പാത്രത്തിൽ പാലൊഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫലൂദ മിക്സ് ചേർത്ത് കൊടുക്കാം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഈ മിക്സ് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു ബൗളിലേക്കാക്കി തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ലിഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒരു ഓവനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് ക്ഷമ വളരെ കൂടുതലായതുകൊണ്ടും ആർത്തി കുറവായതുകൊണ്ടും ഞാൻ 2 മണിക്കൂർ കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്തു. അപ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്ത് നല്ല തിക്കായി കുറുകി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ കിട്ടിയ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കസ്കസും ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തേക്ക് കുറച്ച് റോസ് സിറപ്പൊക്കെ ഒഴിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. ഡെക്കറേഷനൊന്നും കുറവ് വരുത്തരുതല്ലോ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ ഫലൂഡ മിക്സും അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും അതിൻ്റെ മേലെ കുറച്ച് കസ്കസും ഒക്കെ ഇട്ട് സെറ്റാക്കി അങ്ങ് എടുത്തു. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മാംഗോ ടെൻഡർ കോക്കനട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഭയങ്കര സിമ്പിളായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സും നട്ട്സൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതാണ്. ലാസ്റ്റ് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീമും ചെറിയൊക്കെ ടോപ്പ് ചെയ്തിട്ടൊക്കെ എടുത്തു. അപ്പോൾ ഇത് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഫലൂദ മിക്സ് മേടിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊക്കെ മധുരം കഴിക്കാനായിട്ട് തോന്നും. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ബൈ.